ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ എവിടെയെന്നറിയാം, നാട്ടിൽ വന്നു. രാവിലെ കഴിച്ച് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് ബാക്കി പറഞ്ഞു തരാം കേട്ടോ. ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നാട്ടിലാണ് സുഹൃത്തുക്കളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് വന്നു. എന്താ പറയുക, ഇവിടുന്ന് പ്രാന്തായി. അങ്ങനെ പെട്ടെന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് കുറച്ച് ദിവസമല്ലേ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് പരിപാടിയൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് നാട്ടിലെ കുറച്ച് വ്ളോഗ് നമ്മൾ ആഡ് ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാനല്ല അമ്മയെ കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ തന്നെ മൊത്തം ടാസ്ക്കായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ടൈമായി, ആകെ ലേറ്റായി. ഫ്ലൈറ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാം സ്പോട്ടിൽ തീരുമാനിച്ചു. അതുകൊണ്ട് നിങ്ങളോട് പറയാനേ വിട്ടു. എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ലീവ് ലെറ്റർ ഇട്ട് അങ്ങനെ അത് അപ്രൂവായി പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വന്ന് എല്ലാം പെട്ടെന്നായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ നാട്ടിൽ. പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റൊക്കെ കിട്ടുമെന്നൊക്കെ ആകെ ടാസ്ക്കായിരുന്നു. വരണ വഴിക്ക് ട്രാഫിക് അതും ഇത് പിടിച്ച് ടെൻഷൻ അടി മനുഷ്യൻ പണ്ടാരാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചത്, അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ടെൻഷനായോ എന്നൊക്കെ ആയി. അതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല വീഡിയോസൊന്നും. ഞാൻ എൻ്റെ വീട് ഇതിൽ ആദ്യം നമുക്ക് അമ്മയെ കാണിച്ചു തരാം. അമ്മ രാവിലെ ഇവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ചെറിയ ചെറിയ ഒരു ഇതല്ലേ. ക്യാമറയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എൻ്റെ നമ്മുടെ കയ്യുടെ അത് ഇത്രയേ ഉള്ളു കേട്ടോ, ഇത്ര ഇഡ്ഡലി കൊണ്ട്. എന്താ ഇതെന്താ മീൻ കറിയാ? സാമ്പാർ എവിടെ? സാമ്പാർ, ഇഡ്ഡലി. പിന്നെ അമ്മ ദാ ഇവിടെ ചിരിച്ച് രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് പാത്രം കഴിയുക. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനിയിപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടേക്ക് പോവാം. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അടുത്ത് വണ്ടി എടുക്കാണ്ട് പോയി അമ്പലത്തിലൊക്കെ പോവാം. നമ്മളെ ചെറുക്കനെടുക്കുക, എന്നെ കൊണ്ട് നമുക്ക് പോവാം. അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മാമ്മയും അപ്പൂപ്പനെയും കാണാം. കുടുംബ വീട്ടിൽ പോവാം. അവിടെ അമ്മാമ്മയും അപ്പൂപ്പനും. അപ്പോൾ അവിടെ നല്ല രസമാണ്, കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. നമ്മുടെ ഇവിടെ തൊട്ട് അടുത്തുള്ള അമ്പലമാണ്. ഇവിടെ കാവടിയൊക്കെ കിടക്കും കേട്ടോ, വലിയ കാവടിയൊക്കെ കിടക്കും കേട്ടോ. പാൽക്കാവടി, അങ്ങനെ കുറേ അഗ്നികോടി പണ്ടൊക്കെ ഞാൻ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആയതുകൊണ്ട് ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാൻ സുഹൃത്തുക്കളെ. അപ്പോൾ നല്ല ദിവസം ആരംഭിക്കട്ടെ. എന്താ പറഞ്ഞേ, അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ എപ്പോഴാടാ കാവടി? മാർച്ചിലാ? ഏപ്രിൽ 3. ഏപ്രിൽ 3. ഏപ്രിൽ 3 അല്ലേ? രസമാണ് ഇവിടെ, നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ. ഇത് പൊടിയ നമ്മളെ അനിയൻ ചെക്കനെ കാവടിക്കൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോവാം. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് അമ്മ അവിടെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാം. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ വന്നിട്ട് അമ്മ താണ്ട് ഇഡ്ഡലി ഉണ്ടല്ലോ, ഇഡ്ഡലി സാമ്പാറും. ഓ, അതിങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ ഒരു വർഷം 1.5 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് വൈബ്. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിച്ച് തീർത്ത് അപ്പോഴത്തേക്ക് അമ്മ സുലൈമാനി കൊണ്ടുവന്ന് എന്താ സുഖം.
നല്ല ഇഡ്ഡലിയും സാമ്പാർ. എന്താ സുഖം, മനസ്സിനും സുഖം, മനസ്സിനും സുഖം, ശരീരത്തിനും സുഖം. എന്താ പൈസയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനും വലിയ സുഖമുണ്ട്. അയ്യോ അയ്യോ. അങ്ങനെ ഞാനും അമ്മയും കൂടി അങ്ങനെ അങ്ങ് വീട്ടിൽ പോയേനേട്ടാ. അപ്പോൾ ഞാനും അമ്മയും കൂടി നേരെ ഇനിയിപ്പോൾ അവിടെ പോവാം, കുടുംബ വീട്ടിൽ പോവാം. ഇവിടെ നമ്മൾ നിൽക്കണേ, മുന്നേ അവിടെയാണ് നിന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അടച്ചിട്ടിരുന്നതുകൊണ്ട് പിന്നെ ഇവിടെ നമ്മളിങ്ങനെ താമസിക്കുന്നത്, വീടൊക്കെ ഇല്ലാണ്ടായിപ്പോകും നമ്മൾ താമസിക്കാതിരുന്നതിന്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുടുംബ വീട്ടിൽ പോയിട്ട് അവിടെ അമ്മാമ്മയും അപ്പൂപ്പനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ബാ, ഗേറ്റൊക്കെ വിളിച്ച് വരാം ചിരിച്ച്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ച. ഇതങ്ങനെ നമ്മൾ വീടെത്തി. ഇതാണ് നമ്മളെ ചെറിയ ഒരു വീട്, നമ്മളെ കുടുംബ വീട് കേട്ടോ. ഇതാണ് നമ്മളെ ഡോറക്കുട്ടി. ഡോറേ മോളെ, മോളെ മോളെ എന്താ. അപ്പോൾ ഇതേപോലെ നമ്മളെ പിന്നെ ഇവിടെ കുറച്ചിട്ട് മറ്റേ ഇതൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊണ്ടുവച്ചതാ. 10ല്ല 8ല 7ല കൊണ്ട് പഠിക്കുമ്പോൾ വെച്ച പേരവരോട് വളർന്ന് വലുതായി നീ. അമ്മാമ്മ എവിടെ പോയി അപ്പൂപ്പ? അമ്മാമ്മ ഇല്ല ഇവിടെ, അപ്പൂപ്പ മാത്രമേ ഉള്ളൂ. അമ്മാമ്മ എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ വെജിറ്റബിൾ ബിസിനസ് ഉണ്ട് കേട്ടോ. പരിഷ്കാരികൾ പറയും അതേ കണക്ക് നമുക്കിവിടെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് ഇവിടെയൊക്കെ വിൽക്കണ വെജിറ്റബിൾ പറിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചന്തയിൽ കൊണ്ടിട്ട് വിൽക്കും. ഇങ്ങനെ മറ്റേ ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് അതിനിങ്ങനെ വെച്ചിട്ട് വിൽക്കും. അത് തന്നെ പരിപാടി. അമ്മാമ്മ അപ്പോൾ ആദ്യം ചന്തയിൽ പോയതാണ്. അപ്പോൾ അതാണ് ഇത് ഞാൻ ഒരുപാട് വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചത്. പിന്നെ വേറെ നിങ്ങൾക്കിപ്പോൾ എന്താ കാണിച്ചു തരാ? പഴയ ഓടിട്ട് വീടാണ് കേട്ടോ. ഇവിടെ കിടക്കാൻ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. മറ്റവിടെ ഭയങ്കര ചൂടാണ്, ചൂടാണ്. അപ്പൂപ്പനെ കാണിച്ചു തരാം. ഇതാണ് അപ്പൂപ്പൻ. ഹായ് പറ എല്ലാവർക്കും. 10 എത്ര വയസ്സായ അപ്പൂപ്പ? അപ്പൂപ്പനിപ്പോൾ വൈദ്യുത എത്ര 69ആയി. 69 ഇല്ല ഗൈസ്. ഞാൻ എൻ്റെ അപ്പൂപ്പ എപ്പോഴും ചുള്ളനായിട്ട് കിടക്കണല്ലേ. എന്താ അപ്പോൾ അപ്പൂപ്പനെ ഞാൻ കാണിച്ചു. ഇനി അമ്മാമ്മ ഉണ്ട്. അമ്മാമ്മ ഇനിയിപ്പം ചന്തയിൽ പോയിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അമ്മാമ്മ വന്നിട്ടുണ്ട് കേട്ടോ, അമ്മാമ്മയെ കാണിച്ചു തരാം. അമ്മാമ്മ ഇങ്ങോട്ടേക്ക് ഒരു ഹായ് കൊടുത്ത്. ഹായ് പറ ഇങ്ങനെ പറ. ഹായ് കാണിക്ക് ഇങ്ങനെ. അയ്യോ അയ്യോ, ചൂര കണ്ടോ ഗൈസ്? അയ്യാ ചൂര ഒണ്ണം ചൂര. ഇത് പരുവക്കെട്ട് പറഞ്ഞേട്ടെ. എന്നതാ ചോപ്പായി. ഇന്നെന്താ ചൂര കറിയാ? കണ്ണ് ചോപ്പായി. നല്ല ചൂര. നമ്മളവിടെ ചൂര എങ്ങനെയാണെന്നറിയോ? കൊല്ലങ്ങൾ കൊണ്ട് ഫ്രീസറിൽ ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കും. ഇതൊക്കെ സ്വർഗം. നമുക്ക് അവിടെ കിട്ടണത് 5 ദിവസം 10 ദിവസമാണ്. ഇവിടെ അരമണിക്കൂറത്ത് ലേറ്റായാണ് കണ്ണ് ചോന്നിരിക്കണത്. എന്തല്ല അങ്ങനെ ഗൈസ്, ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പം അമ്മാമ്മയും അമ്മയും കൂടി ചൂര റെഡിയാക്കുന്നുണ്ട്. ചൂര ഫ്രൈയും പിന്നെ കണവ തോരനും. അപ്പോഴേ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. കുറേ നേരം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആ മീൻ കൊണ്ട് ഞാൻ കാണിച്ചിരുന്നില്ല. ആ മീനെ അവർ റെഡിയാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. തേങ്ങയൊക്കെ ചൂര ഉണ്ടോ? ചൂര മസാലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താന്ന് ഇതെന്താവാ? എൻ്റെ മോനെ എന്താ മണം പറഞ്ഞേ? നല്ല കിട്ടില്ല മണം. ഇതെന്തൊക്കെയാ മേട്ടെ?
ഇത് എന്തൊരു ഇട്ട പറ എന്തൊക്കെ ഇട്ട അമ്മാമ്മയുടെ വെള്ളം മേടിച്ചു സ്നേഹത്തോടെ തരുന്ന വെള്ളം. നാരങ്ങ എൻ്റെ അമ്മയെ ഭയങ്കര ചൂട് വിടാ. ചൂട് 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 തന്നെ. മതിയാ? കണവയിൽ എന്തൊക്കെ ഇട്ട് പറഞ്ഞേ? അതില് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചടുപ്പിലാക്കുന്നു. അതിൽ കൂടെ ഇട്ട് വേവിച്ചിട്ട് അരച്ച് ഇട്ട് കിണ്ടി എടുക്കുന്നു. കടുവത്ത് ഇത്രയല്ലേ. പക്ഷെ ഒരു മണം വരുന്നുണ്ട് മോനെ. ഈ മണവും കൂടി നിങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള സെറ്റപ്പ് ഇതിലുണ്ടായിരുന്നെങ്കിൽ വല്ലാത്ത ഫീലായിരിക്കും സാധനം. അവിടെ വെച്ചാൽ ഇതിലൊക്കെ ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചതച്ച് ചൂര മസാല വെച്ചിട്ടുണ്ട്. ബാക്കി ഇത് കറിക്കാന്നേ. ഇത് കറിക്ക് പിയർ വെളിച്ചെണ്ണ. ഇവിടെ ഉള്ളവർക്ക് ഇത് കാണുമ്പോൾ വലിയ ഇതില്ല. പക്ഷെ ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് അയ്യോ അപ്പൂപ്പനെ കാണിച്ചു തരാം. അപ്പൂപ്പ അവിടെ വിറവ് വെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പണി കഴിച്ചാ അധ്വാനിക്കുന്ന മനസ്സാണ്. എന്താ വിറവൊക്കെ ഗ്യാസ് ഉണ്ടായിട്ടും വിറവ് കൊത്തിപ്പൊളിച്ചിടുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മളാൾ 24 hours ഇങ്ങനെ ആക്റ്റീവായിരിക്കും. ചക്കയൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. ചക്ക നമ്മളൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഇതൊക്കെ ഫുള്ള് കാടാണ്. ഞാൻ കാണിച്ചു തരാം. ഫുള്ള് കാടാണ്. എന്താ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ അവിടെയൊക്കെ താഴെയൊക്കെ വീടുണ്ട് കേട്ടോ. താഴെയൊക്കെ ഇനി ഒരുപാട് വീടുണ്ട് കേട്ടോ. 1 2 3 4 5 6 വീടുണ്ട് താഴോട്ട്. പണ്ട് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഓടി ഓടി കളിച്ചിട്ടുണ്ട് ഈ വഴിയൊക്കെ. ഇപ്പോഴാണ് അത് അവർ ഇൻ്റർലോക്ക് ആക്കിയത്. മുന്നേ ഇൻ്റർലോക്കൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഈ മാവില്ലേ, ഈ മാവിൽ നിന്ന് മാങ്ങ വീഴും. മാങ്ങ സീസൺ ആകുമ്പോൾ ആ സീസൺ ആയ ടൈമിൽ ഈ ഷീറ്റിലുണ്ടല്ലോ, ഷീറ്റിൽ വീഴുന്ന ഒരു സൗണ്ട് ഉണ്ട്. രാവിലെ ഏശിട്ട് ആ മാങ്ങ ഇങ്ങനെ വീണ് പറക്കി പഴുത്ത മാങ്ങ ഇങ്ങനെ കഴിക്കും. അതൊരു അടിപൊളിയാണ്. പിന്നെ നമുക്ക് വേറെ ഇവിടെ കുറേ ഇടാണ്ട് ഓക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. പപ്പായ ഉണ്ടോ, നാരങ്ങ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് നമുക്ക്. അമ്മാമയും അപ്പൂപ്പനും അവർ ഇതൊക്കെ ഇങ്ങനെ നട്ട് വളർത്തി ഇങ്ങനെ ചിരിക്കും. വേണ്ട പുളിഞ്ചിക്ക. ഈ മാവുണ്ടല്ലോ, ഇത് ചെറിയ മാവാണ്. പണ്ട് ഞാൻ കൊണ്ടുവച്ചതാണ്. ഇതിൽ കോട്ടുകുണം മാങ്ങ പിടിക്കും സീസൺ ആകുമ്പോൾ. എന്താ മധുരമെന്നറിയോ. തക്കാളി ഈ മതിലൊക്കെ നമ്മൾ പോട്ടെ. എവിടെ നോക്കി പണ്ട് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങിനെ കയറി ഞങ്ങൾ കരിക്കൊക്കെ അടത്തിടുമായിരുന്നു ഇവിടെയൊക്കെ. അപ്പം അതൊന്നുമില്ല. അത് തെങ്ങ് കയറാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചൂര ഫ്രൈയും കണവത്തോരനും കൂട്ടി ചോറ് കഴിക്കാം. അത് റെഡിയാകും വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. പ്രത്യേക മണം പറഞ്ഞ കുറച്ച് വെച്ചത് ഓഫായി പോയി. തീയിട്ടുള്ളൂ അരച്ചുണ്ട്. കഴിച്ചില്ലേ? അല്ല കഴിക്കാം. അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം അമ്മയൊക്കെ ഇതെന്തായാലും റെഡിയാക്കിയിട്ട് നമുക്ക് കഴിക്കാം. റെഡിയാവട്ടെ അല്ലേ? എന്താണ് നമുക്കേ ഇനിയിപ്പം ചോറ് കഴിക്കാം. ഉച്ചയായി. ഇവിടെ എത്ര 2 മണിയായി കേട്ടാ. നല്ല കപ്പയും മറ്റേ കണവ തോരനും ചൂരക്കറിയും ചൂര പൊരിച്ചതും കൂട്ടി കഴിക്കാം. ഇതല്ലേ എൻ്റെ
സെറ്റ്. നമുക്ക് നിലത്തിരുന്ന് കഴിക്കാം. അപ്പം നോക്കിയേ, നല്ല കപ്പ ഉടച്ചത്, ചൂര പൊരിച്ചത്, ഓഹോ, കാണാവ തോരൻ. എങ്ങനെ കഴിക്കുമെന്നറിയോ? ഇത്തിരി കുറച്ച് കാണാവ തോരൻ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യാം. കുറച്ച് കപ്പ എടുക്കുക, ഉടച്ച കപ്പ, അതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യാം. ഉള്ളു വെട്ടിക്കുക. ചൂര ഫ്രൈന്ന് ഒരു ഇച്ചിരി എടുക്കുക, ഇതിലിങ്ങനെ വെക്കുക, എന്നിട്ടിങ്ങനെ ഉള്ളാക്കുക. എടുത്തിട്ട് ഓ, ഒരു രക്ഷയില്ല പോലെ. കണവയൊക്കെ എന്ത് സാധനമാണ്, ഫ്രഷ് സാധനമല്ല. നമ്മളവിടെയൊക്കെ കണവ കപ്പ എടുക്കുക, മിക്സ് ചെയ്യുക, വീട്ടിലാക്കുക, എന്നിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങ് വന്നാൽ മതി, അമ്മാമ്മ ഉണ്ടാക്കി തരും. നല്ല ചൂരക്കറി കഴിച്ചോ. വളരെ എത്ര മീനുണ്ട്, കുറച്ചിട്ടാ മതി 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 മതി. മീൻകറിയായിട്ട് കപ്പ ഒന്ന് മിക്സ് ചെയ്യുക, കപ്പ ഒന്ന് മിക്സ് ചെയ്യുക. സൂപ്പർ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഈ ടേസ്റ്റൊക്കെ അറിയണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് വീട്ടിലോട്ടൊക്കെ പോരി, അമ്മാമ്മ ഉണ്ടാക്കി തരും. അമ്മയുണ്ട്. അപ്പോൾ വന്നാൽ നല്ല ചൂരയും നല്ല കണവയും നല്ല കപ്പയും ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പം ഞാൻ എന്തായാലും പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. ബൈ ബൈ. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇനി ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നേരെ ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. ഇങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് പിന്നെ ഒന്ന് പുറത്തോട്ട് പോകാൻ വയ്യ. ഭയങ്കര മഴ 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 തന്നെ. അതാ സൗണ്ട് കേട്ടോ മഴ പെയ്യണേ. അപ്പോൾ എന്തായാലും ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഈ വീഡിയോയിലായിട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നാളെ മോർണിംഗ് കാണാം. അപ്പം ബൈ ബൈ.